തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് നമ്മുടെ മരണത്തിനും അപ്പുറത്ത് നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ കൂടെ യുഗായുഗങ്ങളോളമുള്ള ഒരു ജീവിതമുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 41, 42, 43 തിരുലിഖിതങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കുകയും അവർ അവൻ്റെ രാജ്യത്ത് നിന്ന് എല്ലാ പാപഹേതുക്കളെയും തിന്മ പ്രവർത്തിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടി അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്തിൽ സൂര്യനെ പോലെ പ്രശോഭിക്കും. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ഇതെല്ലാം എന്തിനു വേണ്ടി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മുടെ ആത്മാവിന് വേണ്ടി വിതയ്ക്കുന്ന സമയമാണ്. ഇതൊരു വിതയ്ക്കലാണ്. ദൈവത്തിൻ്റെ വചനം 126-ാം സങ്കീർത്തനത്തിൽ 5 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവർ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് കയറും. അങ്ങനെ മരണത്തിന് ശേഷം നമ്മുടെ സ്വർഗസ്വനായ പിതാവ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നൊരു കൂടാരമുണ്ട്, നിത്യ കൂടാരങ്ങൾ. ഒരുപാട് കൂടാരങ്ങൾ സ്വർഗത്തിൽ പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെല്ലും ഒരു പ്രത്യേകത, ഒരു സ്ഥലത്തും വിളക്കില്ല, വഴിവിളക്കില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. പിന്നെ അവിടെ എങ്ങനെ പ്രകാശം ഉണ്ടാവും? ബൈബിൾ പഠിപ്പിക്കുകയാണ്, അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ സൂര്യന്മാരായി ഇങ്ങനെ നടക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഒരാൾ പറയും, ഡാ വട്ടാലിച്ചൊരു സൂര്യനായി നടക്കണം. ഹല്ലേലൂയ. അപ്പം വേറൊരാൾ പറയും, ഇതാ നമ്മുടെ വികാരിയച്ഛൻ വേറൊരു സൂര്യൻ. ഇങ്ങനെ കുറേ സൂര്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു പ്രത്യേകത ഉണ്ടാവും, ചില സൂര്യന് ഭയങ്കര പ്രകാശമായിരിക്കും, ചില സൂര്യൻ കരിക്കട്ടയല്ല മിന്നാമിനുങ്ങളുടെ ചെറിയ പ്രകാശം. അതെന്താ? പിശുക്കി പിശുക്കി ജീവിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ സൂര്യന്മാരെല്ലാം ഒരുപോലെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ആ കൂടാരങ്ങൾക്ക് വ്യത്യാസമാണ്. ചില കൂടാരങ്ങൾ വലിയ കൂടാരങ്ങളായിരിക്കും. അതായത് നമ്മുടെ ഓരോരുത്തരുടെ ഈ ഭൂമിയിലെ ജീവിതം അനുസരിച്ചാണ് സ്വർഗത്തിൽ നമുക്കുള്ള കൂടാരങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ സ്വഭാവം അനുസരിച്ചാണ് സ്വർഗത്തിലെ നമ്മുടെ പ്രകാശം. എന്തായാലും ശരി, അവിടെ ചെല്ലുമ്പം പ്രകാശങ്ങൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചെയ്യുന്ന ഭാവന കണ്ടു നോക്കിയേ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ആ സ്വർഗത്തിൽ കൂടെ നടക്കുമ്പോൾ പ്രകാശം ചിന്തിച്ച് നോക്ക്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് എത്ര പ്രകാശം ഉണ്ടാവും, നിങ്ങൾക്ക് എത്ര പ്രകാശം ഉണ്ടാവും, നിങ്ങളുടെ മക്കൾക്ക് എത്ര പ്രകാശം ഉണ്ടാവും. ഹല്ലേലൂയ. ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ച് പ്രകാശങ്ങൾക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ അന്ന് തൊട്ട് ഞാൻ ആത്മാവിന് വേണ്ടി ശരിക്കും അങ്ങോട്ട് കെയർ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മയായ കത്തോലിക്കാ സഭ പഠിപ്പിക്കുകയാണ്, ആത്മാവ് മാത്രമല്ല നമ്മുടെ ഈ ശരീരത്തിനും ശ്രദ്ധ കൊടുക്കണം. ഈ ശരീരവും സ്വർഗത്തിലേക്ക് വരും. ഈ വിഷയത്തിൻ്റെ പേരാണ് ശരീരങ്ങളുടെ ഉയർപ്പ്. ഹല്ലേലൂയ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ട വിഷയമാണ്. വിഷയത്തെക്കുറിച്ച് അമ്മയായ പരിശുദ്ധ കത്തോലിക്കാ സഭ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിൽ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന പുസ്തകത്തിൽ 990-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ശരീരത്തിൻ്റെ ഉയർപ്പ് എന്നതിന് മരണശേഷം അമർത്യമായ ആത്മാവ് ജീവിക്കുമെന്ന് മാത്രമല്ല, നമ്മുടെ മർത്യമായ ഈ ശരീരം പോലും ജീവനിലേക്ക് വരും എന്നു കൂടി അർത്ഥമുണ്ട്. എൻ്റെ ആദ്യത്തെ ധാരണ ഒരു പൊട്ട ധാരണ. അതായത് നമ്മൾ മരിച്ച നമ്മുടെ ശരീരം അഴുകി ഭൂമിയോട് മണ്ണായി മണ്ണായി പോകും, മണ്ണോട് മണ്ണായി തീരും ഈ ശരീരം. ആത്മാവ് നേരെ സ്വർഗത്തിലേക്ക് പോകും. ഇതായിരുന്നു എൻ്റെ ധാരണ. നിങ്ങളുടെ ധാരണ എന്താ?
ഞാൻ ചിന്തിച്ചു, ദൈവമേ ഇതെങ്ങനെ ഉയർക്കും? ഇതിപ്പോൾ 10 ദിവസത്തിനുള്ളിൽ ഇത് അളിഞ്ഞ് മണ്ണോട് മണ്ണായി തീരും. അത് അടുത്തുള്ള മരം വലിച്ചെടുക്കും, അല്ലെങ്കിൽ പുല്ലുകൾ വലിച്ചെടുക്കും. ആ പുല്ല് പശു തിന്നും, ആ പശുവിനെ അടുത്ത മനുഷ്യന്മാർ തിന്നും. അല്ലെങ്കിൽ ആ മരം വെട്ടി നമ്മൾ മേശ ഉണ്ടാക്കും, അത് വീണ്ടും മണ്ണോട് മണ്ണായി തീരും. അതൊരു വാഴയുടെ ചോട്ടിയിടും, അത് വാഴയ്ക്കാകുമ്പോൾ നമ്മൾ തിന്നും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഒരു 10,000 വർഷം മരിച്ച ഒരു മനുഷ്യൻ്റെ ആ മണ്ണോട് മണ്ണായി തീർന്ന ശരീരം ഇപ്പോൾ എവിടെയെങ്കിലും തപ്പിയാൽ കിട്ടുമോ? അപ്പോൾ അത് സ്വർഗത്തിലേക്ക് എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും? ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, ശരീരം കൂടി, ഈ ശരീരം സ്വർഗത്തിലേക്ക് പോകും. നിങ്ങൾ വിശ്വസിക്കേണ്ട, ഉറക്കെ പറ. പ്രൈസ് ദി ലോർഡ്. ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കുന്നത് CCC 997 ഗണികയിൽ പഠിപ്പിക്കുകയാണ്. മരണത്തിൽ ശരീരം ആത്മാവിൽ നിന്ന് വേർപെടുമ്പോൾ മനുഷ്യ ശരീരം ജീർണിക്കുന്നു, ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. മൂപ്പര് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു, മണ്ണ് താഴ്ത്തിക്ക് പോയി. ഇനി അടുത്തത്, ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് വീണ്ടും ജീവൻ പ്രദാനം ചെയ്യും. ഇത് വല്ലവരും ഗ്രഹിക്കുന്നുണ്ടോ? അന്ന് തൊട്ട് എനിക്ക് ഈ ശരീരത്തോട് വില കൂടി, എനിക്കിതിനോട് മതിപ്പ് കൂടി. ഇത് നിസ്സാര ശരീരമല്ല, ഇത് ഒരു നാൾ സ്വർഗത്തിൽ കയറാനുള്ള ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പുറത്തുള്ള പശുവും പോത്തൊന്നും സ്വർഗത്തേക്ക് വരുന്നത് എനിക്കറിയാൻ പാടില്ല. എനിക്കൊരു കാര്യം അറിയാം, മനുഷ്യൻ്റെ ശരീരം ഇത് ഉയർക്കാനുള്ള ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്തുള്ള മരങ്ങളും സസ്യങ്ങളൊക്കെ ഉയർത്ത് വരുമെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഒരു കാര്യം സഭ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം തൻ്റെ സർവാതീത ശക്തി കൊണ്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്തുകൊണ്ട് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവൻ പ്രദാനം ചെയ്യും. റോമ ലേഖനത്തിൽ ബൈബിൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. റോമ 8:11, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നമ്മിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങൾ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഈ ശരീരങ്ങൾക്ക് വീണ്ടും ജീവൻ പ്രദാനം ചെയ്യും എന്ന് റോമ 8:11 പഠിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നമായിരുന്നു ഇത്. ഉദാഹരണത്തിന്, നമ്മൾ നമ്മുടെ കണ്ണ് ഒരാൾക്ക് ദാനം ചെയ്ത്, 2 പേര് ഒരെണ്ണത്തിന് അവകാശി. പ്രൈസ് ദി ലോർഡ്. ഈ കണ്ണിൽ അത് ഉയർക്കണ്ടേ? ഞാൻ ചിന്തിച്ചെങ്ങനെയാണ്, ഇപ്പം നമ്മൾ മരിച്ച് മണ്ണായി തീർന്നു, അപ്പോൾ റോട്ടിൽ കിടന്ന് അഴിഞ്ഞു പോയി, അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ്, അത് ആ സുനാമിയുടെ സമയത്ത് അടിച്ച് വെള്ളത്തിൽ പോയി, അത് മീൻ തിന്നു, അതിനെ പിടിച്ച് നമുക്ക് കിട്ടി, നമ്മളത് കഴിച്ചു. അപ്പോൾ ആ മനുഷ്യൻ എവിടെയായി? ആ മനുഷ്യൻ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി. എന്തൊക്കെ നമ്മൾ കഴിക്കണമെന്ന് ആർക്കറിയാം? അപ്പോൾ ഈ അന്ത്യവിധിനാൾ ഇതൊക്കെ എങ്ങനെ ഈ ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് ഈ ചാരം പല സ്ഥലത്ത് വെതറി, അപ്പോൾ എങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വരും? അത് വെള്ളത്തിൽ കളിക്ക് ശരിക്കും അങ്ങനെ പല സ്ഥലത്ത് പോയിട്ടുണ്ട്. മഴ വന്നു, അത് ഒഴുകിപ്പോയി, പല വിധത്തിൽ പല സ്ഥലത്തായിട്ട് പോയി അത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവായ ദൈവം പരിശുദ്ധാത്മാവൻ അയച്ച് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട്, അത് അട്ടപ്പാടി വെച്ചിട്ടാണ് ഇടപെട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അട്ടപ്പാടി മലമുകളിൽ കൂടെ ഞാനിങ്ങനെ നടക്കുന്ന സമയത്ത് എന്നോട് പരിശുദ്ധാത്മാവ് ഒരു പ്രബോധനം തരികയാണ്. എന്താ, ഈ മനുഷ്യ ശരീരം വീണ്ടും ഒരുമിച്ച് ചേർക്കാൻ ദൈവത്തിന് കഴിവില്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ബോധ്യം കിട്ടണില്ലെന്ന് പറഞ്ഞു. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ഇനി എങ്ങനെ ഒരുമിച്ച് ചേരും? അത് ഡിസ്ട്രിബ്യൂട്ടഡായി പ്രകൃതിയിലേക്ക് ലയിച്ചു പോയി, ഇനി എങ്ങനെ തിരിച്ചു വരും? അപ്പോഴാണ് ദൈവം ഒരു വചനഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുപോയത്. അതാണ് എസെക്കിയേൽ പ്രവചനത്തിൽ 37-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയ്ക്ക് ചുറ്റും നടത്തി. അവ വളരെ ഏറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അത് കുറേ കാലമായി മരിച്ചു പോയവരുടെ അസ്ഥി കഷ്ണങ്ങളാണ് കിടക്കുന്നത്.
ഈ അടുത്ത കഴിഞ്ഞ ആഴ്ച മരിച്ച ആളുടെ നല്ലത് വരണ്ട് ദ്രവിച്ച് അങ്ങനെ ചെതിക്കിച്ച് പോയ അസ്ഥികളാണത്. അപ്പോൾ വരണ്ടതും അങ്ങനെ ദ്രവിച്ചു പോയതുമായ ഒരുപാട് അസ്ഥികളുള്ള ഒരു താഴ്വരയിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് ഈ പ്രവാചകനെ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ദൈവം ഈ പ്രവാചകന് ഒരു ചോദ്യം ചോദിച്ചു. പ്രവാചക, പറയൂ, ഈ അസ്ഥികൾക്ക് ഇനി ജീവിക്കാൻ കഴിയുമോ? പ്രവാചകൻ ഏതാണ്ട് മലയാളികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകൻ, ആ ടൈപ്പ് സ്വഭാവമായിരുന്നു. പ്രവാചകൻ ആലോചിച്ചു, ഞാനിപ്പോൾ എന്താ ദൈവത്തോട് പറയണത്? പ്രവാചകൻ ഒന്നും മിണ്ടിയില്ല. പ്രവാചകൻ പറഞ്ഞു, കർത്താവെ, അങ്ങേക്ക് അറിയാലോ, വെറുതെ എന്നോട് ചോദിച്ചതിന് പണിയുണ്ടാകും, അങ്ങേക്ക് അറിയാലോ എന്ന് പറഞ്ഞ് പ്രവാചകൻ ഉണ്ടാകുന്നു. ദൈവം പ്രവാചകനെ ഈ അസ്ഥികളുടെ മേൽ ദൈവത്തിൻ്റെ വചനം അരുളി ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയാണ്. അതാണ് 4-ാമത്തെ വാക്യം. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ദൈവം ഈ പ്രവാചകനോട് പറയാണ്, ഈ വാക്കുകൾ ഈ വരണ്ട അസ്ഥികളുടെ നേരെ ഉറക്കെ പറയാൻ വേണ്ടി പ്രവാചകനോട് നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനൊന്നും മടിച്ചില്ല. ദൈവം പറഞ്ഞ അതേ വാക്കുകൾ ഈ വരണ്ട് ചുരുണ്ട് ഉണങ്ങി ദ്രവിച്ച് എല്ലുപൊടിയായി കിടക്കണ ഈ അസ്ഥികളോട്, പൊടിയായി കിടക്കണ ഈ പീസുകളോട് പ്രവാചകൻ പറഞ്ഞു, വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം കേൾക്കുക. ഈ വചനം എല്ലാം കൂടെ പറഞ്ഞു കേൾപ്പിച്ചു. പറഞ്ഞു തീർന്നതും പ്രവാചകൻ നോക്കുമ്പോൾ ഇതാ ഭയങ്കരമായ ഒരു സ്വരം ആ താഴ്വര ഉണ്ടാകാൻ തുടങ്ങി. കിരികിരാന്നൊരു സ്വരം. പ്രവാചകൻ നോക്കുമ്പോൾ അതാ ഒരു തലയോട്ടി പറന്നു വരുന്നു. ഇതാ ഇവിടുന്ന് ഒരു തുടയുടെ അസ്ഥി പറന്നു ചെല്ലുന്നു. ഇതാ ഇവിടുന്ന് കുറേ പൊടികൾ, ചില എല്ലുപൊടി, ചെറിയ പൊടികളെല്ലാം കൂടി പറന്നു വരുന്നു. പറന്ന് വന്ന് പ്രവാചകൻ നോക്കുമ്പോൾ ക്ഷണനേരം കൊണ്ട് അസ്ഥിയോട് ചേർന്ന് മനുഷ്യൻ്റെ അസ്ഥികൂടം പോലെ താഴ്വരയിൽ ഇത് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ അസ്ഥികളും അതിൻ്റെ ബാക്കി അസ്ഥികളോട് തനിയെ വന്ന് ചേരുന്ന ഒരു രംഗം അസ്ഥികളുടെ താഴ്വരയിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അല്പനേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേൽ മാംസം വന്നു, പേശികൾ വന്നു, ഞരമ്പുകൾ വന്നു. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചർമ്മം വന്ന് നിറഞ്ഞു. പിന്നെ പെയിൻറ്റിങ്ങും സംഭവിച്ചു. എന്തായാലും പഴയ കളർ വന്നു. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഈ കളർ ഒന്നും കൂടെ ഒന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുങ്ങളെല്ലാം കൂടെ എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് അവിടെ പ്രവാചകൻ മാത്രം ജീവനോട് ഒരാൾ നിൽക്കുക. ബാക്കി പതിനായിരക്കണക്കിന് ആളുകൾ എഴുന്നേറ്റ് ദൈവം ഇടപെട്ടു. ദൈവം ചോദിച്ചു, പ്രവാചക, ഇവയ്ക്ക് ഇനി ജീവൻ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതിന് ജീവനില്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പ്രവാചകൻ മലയാളിയുടെ അതേ ഷേപ്പിലായതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, വേണ്ടാത്ത ചോദ്യമൊക്കെ എന്നോട് ചോദിച്ചു, ബുദ്ധിമുട്ടിക്കാതെ അങ്ങ് തന്നെ ഉത്തരം പറഞ്ഞു. ദൈവം പറഞ്ഞു, ജീവശ്വാസത്തോടെ 4 ദിക്കുകളിൽ നിന്ന് ഇവന്മാരെ വീശാൻ പറയാൻ പറഞ്ഞു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഓ ജീവശ്വാസമേ, 4 ദിക്കുകളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക. നോക്കുമ്പം എല്ലാവന്മാരും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് നോക്കണം, ജീവൻ വെച്ച് ഇതാ ഒരു സൈന്യം പോലെ ചലിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. 100 വർഷം, 200 വർഷം, 50 വർഷം, 500 വർഷം പഴക്കമുള്ള ബോഡിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ പ്രവാചകൻ ഫ്രഷ് ബോഡി നിൽക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നടക്കാൻ പറ്റും. എന്തായിരിക്കും എഴുന്നേറ്റ് നടക്കുക? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കാര്യം ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ദൈവം ചോദിക്കുകയാണ്, വെറും ഒരു മനുഷ്യൻ, എസക്കിയേൽ, ഒരു മനുഷ്യൻ, സാധാരണ നമ്മളെ പോലെ ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ദൈവം പറയാൻ പറഞ്ഞ വാക്കുകൾ ആ മനുഷ്യൻ പറഞ്ഞപ്പോൾ 10,000 വർഷങ്ങളായി ചത്തുപോയ മനുഷ്യന്മാരെല്ലാം, മരിച്ചുപോയവർ, ദ്രവിച്ചുപോയ അസ്ഥികൾ, അതെല്ലാം അസ്ഥിയോട് ചേർന്ന്, ശരീരത്തോട് ചേർന്ന്, കൈയും കാലും ഒക്കെ ചേർന്ന്, എല്ലാം ചേർന്ന് അത് മനുഷ്യനായി വീണ്ടും ഒരു മനുഷ്യ ശരീരമായി എഴുന്നേറ്റ് നിൽക്കാൻ അതിന് ആ വാക്കുകൾക്ക് ശക്തിയുണ്ടായി. അങ്ങനെയെങ്കിൽ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അരുളി ചെയ്താൽ 10,000 വർഷങ്ങളായി മരിച്ചുപോയ ആളുകൾ വീണ്ടും ഇതുപോലെ ഒന്ന് ചേരാതിരിക്കുമോ? ദൈവം ചോദിക്കുകയാണ്. ഒരു എസക്കിയേൽ പറഞ്ഞപ്പോൾ സംഭവിച്ചു. അങ്ങനെയെങ്കിൽ ദൈവപുത്രനായ യേശു പറഞ്ഞ സംഭവിക്കില്ലേ?
പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ന്യായമായ ചോദ്യം ഇതാണ്, യേശു ഇങ്ങനെ പറയുമോ? യേശു അങ്ങനെ പറയൂ എന്ന് വ്യക്തമായി ബൈബിളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 28-29 തിരുലിഖിതങ്ങളിൽ വചനം പഠിപ്പിക്കുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഈ മണ്ണിനടിയിലേക്ക് പോയ എല്ലാവരും ഈ മണ്ണിൽ നിന്ന് പൊങ്ങി വരും. മഴ പെയ്യുമ്പം പ്രകാശം കാണുന്ന സ്ഥലത്തേക്ക് ഈയാമ്പാറ്റകൾ പാറി പറന്ന് ചെല്ലുന്നത് പോലെ ദൈവപുത്രന്റെ സ്വരം കാഹളധ്വനി മുഴങ്ങി ആജ്ഞാവചനങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ ഈ മണ്ണിൽ നിന്ന്, ഈ മണ്ണിൽ ഉറങ്ങുന്ന സകല മർത്യരും, ആദം തൊട്ട് ഇങ്ങോട്ട് അവസാനത്തെ മനുഷ്യന്മാർ, മരിക്കുന്ന അവസാനത്തെ മനുഷ്യന്മാർ വരെ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുമ്പോൾ ഇതാ ഈ മണ്ണിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഉയർത്തു വരും. ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന പ്രകാരമാണ് 1 തെസ്സലോനി 4-ാം അധ്യായം 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നാളിൽ ഈ ഭൂമിയിൽ ഒരു പ്രത്യേക സംഭവം നടക്കാൻ പോവുകയാണ്. ആ സംഭവം ഇതാണ്, അധികാരപൂർണമായ ആജ്ഞാവചനങ്ങൾ മുഴങ്ങും, പ്രധാന ദൂതന്റെ ശബ്ദം ഉയരും, ദൈവത്തിൻ്റെ കാഹളധ്വനികൾ മുഴങ്ങും. അപ്പോൾ കർത്താവ് മേഘത്തേരിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അന്ന് മരണമടഞ്ഞ സകല ആളുകളും ഈ മണ്ണിൽ നിന്ന് ഉയർത്ത് പുറത്തേക്ക് ഇങ്ങോട്ട് വരും. എൻ്റെ അസ്ഥികൾ എൻ്റെ അസ്ഥിയോട് തന്നെ ചേരും, അത് പോയിട്ട് അടുത്ത ആളുടെ അസ്ഥിയോട് ചേരില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ മാംസം, ഈ തൊലി, ഇതെല്ലാം തിരിച്ചു വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലൊരു സംഭവം ഇതാ വരും നാളുകളിൽ സംഭവിക്കാൻ പോവുകയാണ്. ഒരു ഉയർപ്പ് ഈ ശരീരത്തിനുണ്ട് എന്ന് തിരുസഭ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നത്, ഈ ശരീരം തന്നെ ആയിരിക്കുമോ നമ്മുടെ ശരീരം? ഒരു 500 വർഷം കഴിഞ്ഞ് നമ്മൾ മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഇതേ ശരീരം തന്നെ ആയിരിക്കുമോ നമ്മുടെ ശരീരം എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്നാൽ ആ സംശയത്തിന് ഉത്തരം തന്നുകൊണ്ട് CCC 999 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, എല്ലാവരും അവരവർ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന ഇതേ ശരീരങ്ങളോടെ ഉത്ഥാനം ചെയ്യും. എന്നാൽ ഈ ശരീരം മഹത്വപൂർണമായ ശരീരമായി രൂപാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇതേ ശരീരത്തോടെ എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇപ്പം എന്ത് ശരീരമുണ്ടോ അതേ ശരീരത്തോടെ തന്നെയാണ് ഞാൻ നിങ്ങൾ ഉയർക്കാനിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ന്യായമായും ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും എന്നൊരു ചോദ്യം ചിലരുടെ മനസ്സിൽ ഉയരുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിലെ 39-ാം തിരുലിഖിതം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ ഈശോ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമാണത്. അങ്ങനെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പെട്ടെന്ന് യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ ഭയന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഭൂതം ഭൂതം. ശിഷ്യന്മാർ ഭയന്നു. അപ്പോൾ യേശു പറഞ്ഞു, പേടിക്കണ്ട, സമാധാനമായിരിക്കുക, ഞാനാണ്, ഇത് ഞാനാണ്. എന്നിട്ടും ശിഷ്യന്മാർക്ക് പേടി മാറിയില്ല. ഭൂതം ഭൂതം എന്ന് ശിഷ്യന്മാർ പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, നിങ്ങൾ എന്ത് നോൺസെൻസ് ആണ് ഈ പറയണത്? ഭൂതത്തിന് എൻ്റെ പോലെ ശരീരമുണ്ടോ? നിങ്ങൾ എൻ്റെ കൈകൾ വന്ന് കാണുക, നിങ്ങളുടെ കാലുകൾ കാണുക, നിങ്ങളുടെ പാർശ്വം കാണുക. എന്താ യേശുവിൻ്റെ കൈയുടെ പ്രത്യേകത? ഈശോ ശീകന്മാരോട് പറയുകയാണ്, ഇത് ഭൂതമല്ല, ഇത് ഞാൻ തന്നെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വാ, എൻ്റെ കൈകൾ കാണുക. അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കി എന്താണെന്നറിയോ? ആ കല്ലറ വെച്ച അതേ ശരീരം തന്നെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. കല്ലറ വെച്ച ശരീരത്തിന് കൈകളിൽ ആണിയുടെ പാടുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിനും, കല്ലറ വെച്ച ശരീരത്തിന് ഇവിടെ കുന്തം കൊണ്ട് കുത്തിയ മുറിവുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് ഇവിടെ തോമാസിനെ പറഞ്ഞു, തോമാസേ തോമാസ് ഇവിടെ വരാൻ പറഞ്ഞ്, നിന്റെ കൈവിരൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്തോ അവിടെ എന്താ പ്രശ്നമുള്ളത്? ആ കുന്തം കൊണ്ട് കുത്തിയ മുറിവ് അവിടെ ഉണ്ട്. തോമാസിനെ നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ കല്ലറയിൽ ഏത് ശരീരമാണ്, യേശുവിൻ്റെ ശരീരം ഏത് അവസ്ഥയിലാണ് വെച്ചത്, അതേ മുറിവുകൾ ഇതാ സ്ലീഹന്മാരുടെ അവിടെ വന്നപ്പോഴും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം കത്തോലിക്ക സഭ വ്യക്തമായി പഠിപ്പിക്കുകയാണ്,
മരിച്ച് കല്ലറയിൽ വെക്കുന്ന നമ്മുടെ ഇതേ ശരീരത്തോടു കൂടെ തന്നെ ആയിരിക്കും നമ്മൾ വീണ്ടും ഉയർപ്പിക്കപ്പെടുക. ദുഷ്ടന്മാർക്ക് ഉയർപ്പുണ്ടോ? മൂർഖപാപികൾ ഉയർപ്പുണ്ടോ? നല്ലവർക്കും തോന്നിയാസികൾക്കും മനുഷ്യനായി ജനിച്ചിട്ടുള്ള സകലർക്കും ഉയർപ്പുണ്ട്. എന്നാൽ ചിലരുടെ സ്ഥിതി വളരെ മോശം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 28-29 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട, എന്തെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം ഇതാ വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരും. ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും അന്നത്തെ നമ്മുടെ കളറ്. പ്രൈസ് ദി ലോർഡ്. തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. കരിക്കട്ട പോലെ പിശാചിൻ്റെ പാനപാത്രം കുടിക്കാൻ വേണ്ടി അന്ന് എഴുന്നേക്കും. ആ ഒരു വരവ് തന്നെയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതിനെക്കുറിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിലും പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും, ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി തന്നെ. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കും വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. ഇന്നത്തെ നമ്മുടെ സ്വഭാവം എന്താണോ, ഇന്നത്തെ നമ്മുടെ രീതികൾ എന്താണോ, അതനുസരിച്ചിരിക്കും അന്നത്തെ നമ്മുടെ പ്രതിഫലം. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധിയിലും പ്രാർത്ഥനയിലും ദൈവഭക്തിയിലും കഷ്ടപ്പെട്ട് നമ്മൾ ജീവിച്ചാൽ അന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ രാജ്യത്ത് സൂര്യനെ പോലെ പ്രശോഭിക്കുന്ന ഒരു കൊച്ചു സൂര്യനായി അങ്ങനെ പിതാവിൻ്റെ കൂടെ കയ്യും പിടിച്ചിങ്ങനെ നടക്കാം. പ്രൈസ് ദി ലോർഡ്. പിതാവിൻ്റെ രാജ്യത്ത് യുഗായുഗങ്ങളോളം വാഴാം. ഇന്ന് 10, 60, 10, 80 വർഷത്തെ വേദനയുള്ളൂ, കുറച്ച് നാളത്തെ കഷ്ടതയുള്ളൂ. തുലോ നിസ്സാരമായ കാലഘട്ടം 10, 100 വർഷം. ഈ കാലഘട്ടത്തിൽ രോഗം സഹിച്ച്, വേദന സഹിച്ച്, പരിഹാസം സഹിച്ച്, നിന്ദനം സഹിച്ച്, കുറ്റപ്പെടുത്തൽ സഹിച്ച്, ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവവചനത്തെ മാനിച്ച്, ദൈവവചനം പ്രമാണിച്ച്, ദൈവവചനം അനുസരിച്ച് വിശുദ്ധി ജീവിച്ചാൽ യുഗായുഗങ്ങളോളം നമുക്ക് കിട്ടാനിരിക്കുന്ന സമ്മാനത്തോട് തുലനം ചെയ്യുമ്പോൾ ഇത് തുലോം നിസ്സാരമാണ്. കുറച്ച് കാലത്തെ കഷ്ടതയ്ക്ക് ശേഷം നിത്യകാലത്തെ സമ്മാനമുണ്ട്. ഹല്ലേലൂയ. നിത്യകാലം പിതാവിൻ്റെ കൂടെ സൂര്യനെ പോലെ ഇങ്ങനെ നടക്കാം. ഞാനും നിങ്ങളും അന്ത്യവിധി ദിനത്തിൽ ഈ ശരീരം നമ്മുടെ ആത്മാവിനോട് ചേർക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ശരീരം ആത്മീയ ശരീരമായി വെട്ടിത്തിളങ്ങാൻ തുടങ്ങും. കാര്യം ഇത് തന്നെയായിരിക്കും സ്റ്റഫെങ്കിലും ഇതിൻ്റെ രൂപം മറുരൂപപ്പെടും. ഇതൊരു ആത്മീയ ശരീരമായി രൂപാന്തരപ്പെടും. ഇത് സൂര്യനെ പോലെ തിളങ്ങാൻ തുടങ്ങും. ഇത് പ്രകാശിക്കാൻ തുടങ്ങും. ഇതൊരു പ്രകാശ ഗോളമായി രൂപാന്തരപ്പെടും. റോമിലുള്ള വിശുദ്ധ ക്ലെമന്റ് കൊറിന്ത്യയിലെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ശരീരത്തെ പരിശുദ്ധമായും മുദ്രയെ കറ കൂടാതെയും സൂക്ഷിക്കുക. നിത്യജീവൻ പ്രാപിക്കാനാണ് നാം ഇത് ചെയ്യേണ്ടത്. ഇന്നിങ്ങനെ വചനം കേൾക്കുന്നതും ജീവിതത്തെ വചനപ്രകാരം പരിശോധിക്കുന്നതും എളിമപ്പെടുന്നതും കുമ്പസാരിക്കുന്നതും ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുന്നതും തിരുത്തുന്നതും വെറുതെ അല്ല, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. നാളെ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല തേജസ്സോടെയുള്ള ശരീരത്തോടെ നിൽക്കാൻ വേണ്ടിയാണ് ഇന്ന് നാം ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളെ ആത്മീയമായി വ്യത്യാസപ്പെടുത്താൻ വേണ്ടി യത്നിച്ചുകൊണ്ടിരിക്കുന്നത്. റോമിലുള്ള വിശുദ്ധ ക്ലെമന്റ് കൊറിന്ത്യർ പറയാണ്, ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് തോന്നിയാസിന് വിട്ടുകൊടുക്കരുത്. ഇത് കള്ളു കുടിക്കാനും തോന്നിയാസം കാണിക്കാനും തിന്നാനും കുടിക്കാനും വേണ്ടി ഇരിക്കുകയും നൃത്തം ചെയ്യാൻ വേണ്ടി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന വചനം നിങ്ങൾ അന്വർത്ഥമാൻ ഇടവരുത്തരുത്. ഈ ശരീരത്തെ പരിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് ഉയർക്കാനുള്ള ശരീരമാണ്. ഇതൊരു നാൾ സ്വർഗത്തിൽ പോകാനുള്ള ശരീരമാണ്. ഇത് സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങണമെങ്കിൽ ഇതിന് അശുദ്ധി പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ മാറാനാത്ത. Lord Jesus. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ്, ഹൃദയ പരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവമായ കർത്താവ് എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി, ഓ ദൈവമേ,
അങ്ങയുടെ തിരുമുമ്പിൽ വിശ്വസ്തത വ്യാപരിക്കാനുള്ള അഭിഷേകം ഇറക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ദൈവമേ, എല്ലാ കപട ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ഓ പൊയ്മുഖങ്ങളെല്ലാം അവിടുന്ന് സ്പർശിക്കണമേ. ഒരു ജനുവനായുള്ള ജീവിതത്തിന് ഉടമയാക്കണമേ കർത്താവേ. എല്ലാ കള്ളത്തരങ്ങളെയും തിരിച്ചറിയാനുള്ള കൃപ നൽകണമേ. ഓ ദൈവമേ, അന്ധകാരം മൂടിയിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. മരണത്തിൻ്റെ നിഴലിലേക്ക് ജനം ഒരു പുതു വെളിച്ചം കാണട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന. Hallelujah.